ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ക്രൂസ് ട്രിപ്പിന് പോവാണ്. അപ്പോൾ കമ്പനിയിൽ നിന്നാണ്, സിസോ എന്നാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് പേരുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അത് രാവിലെ 5:55. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു. കാറിൽ ഇപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്യാം. നന്ദുവാണ് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത് കേട്ടോ. നന്ദു വരുന്നില്ല. അപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് മാത്രം എല്ലാവരും ഉള്ളൂ. അപ്പോൾ ബാക്കി എന്തായാലും അവിടെ എല്ലാവരെയും കണ്ടിട്ട് നമ്മളവിടെ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം ബാക്കി. അങ്ങനെ നമ്മളെല്ലാവരും ട്രെയിനിൽ കയറി കേട്ടോ. അപ്പം കുറച്ച് പേരേ ഉള്ളൂ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് കയറിയത്. പിന്നെ കുറച്ച് പേര് വർക്കല, കൊല്ലം, അങ്ങനെ കുറച്ച് പേര് കയറി. ജെൻസിയൊക്കെ കൊല്ലത്തു നിന്നാണ് കയറിയത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് ഷൂട്ട് ചെയ്തതന്നേ ഉള്ളൂ. വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്രൂസിൽ പോകുമ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസ്, വാട്ടർ ബോട്ടിൽ, വാട്ടർ അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഇതറിയാത്തവർ കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇത് കൊണ്ടുവന്നത് കൊണ്ട് നമ്മൾ ഇത് പറഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും നമുക്ക് എടുത്തു തന്നു കേട്ടോ ട്രെയിനിൽ. അങ്ങനെ ട്രെയിനിലിരുന്ന് കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ രാവിലെ തന്നെ കുറേ വിശപ്പങ്ങ് മാറി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പിന്നെ കുറച്ച് പാടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തിയിട്ട് എല്ലാവരും ഇനി എന്ത് ചെയ്യണം, അതായത് നമ്മൾ 9:30-10 മണിക്കൊക്കെ എത്തി. നമുക്ക് ഒരു 2 മണിക്കാണ് നമ്മുടെ ബോർഡിങ് ടൈം. അപ്പോൾ അതുവരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എവിടെയെങ്കിലും പോകാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഈ ലഗേജൊക്കെ എവിടെയെങ്കിലും ഒന്ന് വെക്കണം. അപ്പം ലഗേജ് വെക്കാൻ എങ്ങനെ എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് നമ്മൾ ക്ലോക്ക് റൂമിൽ വെക്കാം എന്നൊക്കെ വിചാരിച്ച്. നമ്മുടെ ഈ ഫുൾ ട്രിപ്പ് തന്നെ സ്പോൺസർ ചെയ്തേക്കുന്നത് നമ്മുടെ കമ്പനിയാണ് കേട്ടോ, സിസോ കോസ്മെറ്റിക്സ്. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു. ഇത്രയും വലിയൊരു ട്രിപ്പ് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തതിന് ഞാൻ വലിയൊരു താങ്ക്സ് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചേച്ചിമാരും നമ്മുടെ കൂടെയുള്ള കൊളീഗ്സും എല്ലാവരും, നമ്മുടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരുമിച്ച് പോവുകയാണ് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ വരും, എവിടെയെങ്കിലുമൊക്കെ തട്ടിത്തിരിഞ്ഞ് നടക്കാം. 2 മണി വരെ എങ്ങനെയെങ്കിലും സമയം പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷനിലാണ് വീണ്ടും. അങ്ങനെ കുറച്ച് പേര് മറൈൻ ഡ്രൈവ്, പിന്നെന്താ ലുലു മോളൊക്കെ പറഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ. ലുലു മോള്, പിന്നെ ബീച്ചൊക്കെ പറഞ്ഞ് ഫോർട്ട് കൊച്ചി, പക്ഷെ അതൊന്നും നമുക്ക് നടക്കില്ല. പിന്നെ ഷോപ്പിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് കാര്യങ്ങൾ ഒക്കെ നോക്കി. പിന്നെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മതി ബാക്കിയെല്ലാം എന്ന് കരുതി. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ ഒരു സ്ഥലത്ത് വെക്കാൻ കൊടുത്തേക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അത്യാവശ്യം നല്ല ഫുഡൊക്കെ തന്നെ ആയിരുന്നു. പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ പിന്നെ ഒരു പ്ലേസ് തീരുമാനിച്ച് നമ്മൾ എല്ലാവരും കൂടെ മറൈൻ ഡ്രൈവ് പോകാമെന്ന് തന്നെ കരുതി. എവിടെ പോയാലും തിരിച്ച് വില്ലിംഗ്ടൺ ഐലൻഡിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, പക്ഷെ കറക്റ്റ് ടൈമിൽ എത്തണം. അപ്പം നമ്മൾ ആദ്യം മറൈൻ ഡ്രൈവൊക്കെ ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട്, ഇവിടുന്ന് ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്തു കേട്ടോ. ഗൈസ്, ഞങ്ങളിപ്പം മറൈൻ ഡ്രൈവിലാണ്. ഇതാരെന്ന് മനസ്സിലായോ? അന്ധനായ ക്രിസ്തു. അപ്പം മറൈൻ ഡ്രൈവിൽ നിന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ക്രൂസ് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് നമ്മുടെ കോഡലിയ ക്രൂസ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് അവിടെയും നടന്ന് ബോറടിച്ചു. അപ്പം നമ്മൾ തന്നെ വിചാരിച്ചു ഇനി വേറെ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയാലോ, അല്ലെങ്കിൽ ഇനി അടുത്ത് എവിടെയാണ് പോകാൻ പറ്റുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേര് മാത്രമാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ളത് ട്രിപ്പിന്. അപ്പോൾ കുറച്ച് പേര് കമ്പനിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ വീഡിയോ കോൾ ചെയ്യായിരുന്നു കേട്ടോ. നമ്മുടെ ടീം, നമ്മുടെ R&Dയിലുള്ളവരെ തന്നെ 3 പേര് അവിടെ ഉണ്ട്, നവീൻ, ശ്രീലക്ഷ്മി, ദീപ. അപ്പോൾ അവരെ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ വീണ്ടും എൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക പോയി. പിന്നെ നമ്മൾ എന്തായാലും മറൈൻ ഡ്രൈവിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ കൂടെ ഉള്ളവർ 3 പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അവർ ഹായ് ഒക്കെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് കരുതി നമ്മൾ ഇറങ്ങി. ബാക്കിയുള്ളവർ ബോട്ടിങ്ങിന് പോയി, നമ്മൾ പോയില്ല കേട്ടോ. ഞാൻ പറയൂല.
അപ്പോൾ നമ്മൾ ബ്രോഡ്വേയിലേക്ക് പോയിട്ടോ. അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ റീൽസ് ഒക്കെ കാണുമ്പോൾ കാണില്ലേ, ഈ ഡ്രസ്സ് വെയ്റ്റിനനുസരിച്ച് നമുക്ക് പ്രൈസ് കൊടുക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്, ഈ സർപ്ലസ് ഷോപ്സ്. അപ്പോൾ നമ്മൾ പോയത് സർപ്ലസ് 777 ഷോപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഞാൻ 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 400 സംതിങ് വേണ്ടേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവിടുത്തെ കളക്ഷൻസ് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഡ്രസ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാനത് എടുത്തില്ല. എനിക്ക് അറിയത്തില്ല എങ്ങനെയായിരിക്കും ഇതിൻ്റെ വില വരുന്നതെന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ വേറെ കുറച്ച് ഡ്രസ്സുകളാണ് എടുത്തത്. അത്യാവശ്യം കളക്ഷൻ ഉണ്ട്, പക്ഷെ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് വലിയ ഭംഗിയൊന്നുമില്ല, ആരോ യൂസ് ചെയ്ത പോലെയൊക്കെ തോന്നും. പക്ഷെ ചിലതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ 400 സംതിങ് എന്തേ വന്നുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു കൊള്ളാലോ, വേറെ ഇതുപോലത്തെ ഷോപ്പുകളുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പക്ഷേ വേറെ ഒരു ഷോപ്പിലൂടെ പോയി, പക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് മറൈൻ ഡ്രൈവിൽ തന്നെ വന്നു കേട്ടോ. മറ്റേ നമ്മുടെ കൂടെ വന്ന കുറച്ച് പേരെല്ലാവരും ബോട്ടിങ്ങിനൊക്കെ പോയി അവർ ഇങ്ങനെ ചുമ്മാ നടക്കുമായിരുന്നു. അപ്പം നമ്മൾ അവരെ വിളിച്ചപ്പോൾ അവരവിടെ എത്തി. എവിടെ? വില്ലിംഗ്ടൺ ഐലൻഡിലെത്തി. നമ്മളിനി എങ്ങനെ പോകും എന്ന് ആലോചിക്കായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു. നമുക്കിനി ബോട്ട് വഴി പോകണോ അതോ ഇനി ഓട്ടോ വിളിച്ച് പോകണോ, ഊബർ വിളിച്ച് പോകണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അത് ആലോചിച്ച് നടന്നു. അങ്ങനെയാണ് നമ്മൾ വാട്ടർ മെട്രോയിൽ പോകാമെന്ന് കരുതിയത്, അതുവഴി വില്ലിംഗ്ടൺ ഐലൻഡിൽ പോകാമെന്ന് കരുതിയത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങോട്ടത്തേക്ക് വാട്ടർ മെട്രോ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വാട്ടർ മെട്രോയിൽ കയറണമെന്ന്, പക്ഷെ പറ്റിയില്ല. അപ്പം നമ്മൾ വീണ്ടും ഒരു ഷോപ്പിൽ കയറി കേട്ടോ, സർപ്ലസ് ഡ്രസ്സിൻ്റെ 888. പക്ഷേ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ നിരാശയിൽ നമ്മളൊരു ഊബർ വിളിച്ച് തന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പോകാമെന്ന് കരുതി. വാട്ടർ മെട്രോയിലും കയറാൻ പറ്റിയില്ല. ശരിക്കും എനിക്ക് നല്ല നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വാട്ടർ മെട്രോയിലൊന്ന് കയറണമെന്ന്. കുറേ നാളായിട്ട് ആഗ്രഹിച്ചതായിരുന്നു, പക്ഷെ പറ്റിയില്ല. സാരമില്ല, പോട്ടെ. അങ്ങനെ നമ്മൾ അവിടെ വില്ലിംഗ്ടൺ ഐലൻഡിൽ എത്തി കേട്ടോ. അതാണ് നമ്മുടെ ക്രൂസ് കിടക്കുന്നുണ്ടോ, ആ മേളിൽ കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ പിന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെയായിരിക്കും എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ ആലോചിച്ച് നടക്കുമായിരുന്നു. അപ്പം നമുക്ക് 2 മണിക്കായിരുന്നു ബോർഡിങ് ടൈം. പക്ഷെ 2 മണിയൊന്നുമില്ല, നമ്മളൊരു 4 മണിയൊക്കെ വരെ അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ ഭയങ്കര ക്യൂ ഒക്കെ ആയിരുന്നു. ഇത് മാനേജ് ചെയ്യാൻ ഒട്ടും അവർക്ക് പറ്റിയില്ല കേട്ടോ. അത് ഭയങ്കര ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ കയറാനായിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് 500 റുപ്പീസാണ്. പക്ഷെ നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ശരിക്കും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഇത്രയും വലിയൊരു ഷിപ്പിൽ യാത്ര ചെയ്യാന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അതിനി ലൈഫിലുണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറി കേട്ടോ. അകത്ത് കയറുമ്പോൾ ഇങ്ങനെ വെൽക്കം ചെയ്യാൻ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം പിന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. എല്ലാവർക്കും ഉള്ള ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് നെറ്റ്വർക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നെറ്റ്വർക്ക് കിട്ടില്ല. അപ്പോൾ 7:30ക്കാണ് ഷിപ്പ് എടുക്കുന്നത്. നമ്മൾ എല്ലാവരും ആ സമയം കൊണ്ട് വീട്ടിലെല്ലാം വിളിച്ച് ഇനി 4 ദിവസത്തേക്ക് വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. കാരണം നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ റീചാർജ് ചെയ്യണം. അതിന് 8,000 ഒക്കെയാണ് 1 GB-ക്കൊക്കെ. 1 GB അല്ല, 3 GB-ക്കൊക്കെ. അപ്പോൾ പിന്നെ നമ്മളത് എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ റൂം തേടി പോവുകയാണ്. നമ്മുടെ റൂം 4th ഡെക്കിലായിരുന്നു. 4113 ആയിരുന്നു നമ്മുടെ റൂം നമ്പർ. നമുക്കൊരു ഇൻഡിവിജ്വൽ കാർഡുണ്ട്, അത് സ്വൈപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട് റൂമിലേക്ക്. നമ്മൾ സ്റ്റാൻഡേർഡ് പാക്കേജാണ് എടുത്തത്. ലക്ഷറി പാക്കേജൊക്കെ ഉണ്ട്, ഓഷ്യൻ വ്യൂ അങ്ങനെയൊക്കെ ഉള്ള പാക്കേജുകളുണ്ട്. അപ്പോൾ ഓഷ്യൻ നമുക്ക് കണ്ടുകൊണ്ട് നമ്മുടെ റൂമിലിരിക്കാം. പക്ഷെ നമ്മുടെ സ്റ്റാൻഡേർഡ് പാക്കേജാണ് കേട്ടോ. അപ്പം ഞാനും മഞ്ഞയായിരുന്നു കേട്ടോ ഒരു റൂമിൽ. ജെൻസി അല്ലായിരുന്നു എൻ്റെ കൂടെ, ജെൻസി വേറെ ചേച്ചിയുടെ കൂടെ ആയിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ റൂം. നമുക്ക് ചെറിയൊരു റൂമാണ്, 2 പേർക്ക് കിടക്കാൻ പറ്റിയ, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റൂമായിരുന്നു. നല്ല റൂമായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ക്രൂസിലൊക്കെ ഇത്രയും നല്ല ഒരു സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് നമുക്ക് അത്ഭുതം തോന്നും. പിന്നെ ബാത്റൂം ആയാലും അല്ലെങ്കിൽ വാഷ്റൂം ആയാലും എല്ലാം നല്ലതായിരുന്നു. ഒരു ട്രെയിൻ പോലത്തെ ഒരു സെറ്റപ്പാണ്, പക്ഷെ എല്ലാം ഉണ്ട് അതിൽ. ഈച്ച് ആൻഡ് എവറിത്തിങ് അവിടെ ഉണ്ടായിരുന്നു. നമുക്കൊരു ഹോട്ടൽ റൂമിൽ പോയാൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിലൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞ് പുറത്തോട്ടേക്ക് ഒന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് കാണാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് അടുത്ത ഫ്ലോറിൽ മേളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. ഇപ്പോൾ എടുത്തിട്ടില്ല ക്രൂസ്,
7:30 എടുക്കുകയുള്ളൂ. അപ്പം നമ്മൾ കൊച്ചിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. നമ്മുടെ റൂമിൽ ബാൽക്കണി ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഫുഡ് കോർട്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, നമ്മൾ 4-4:30 ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഇനി നമുക്ക് ഒരു ടീയോ കോഫിയോ എന്തെങ്കിലും കുടിക്കാമെന്നും പറഞ്ഞ് വന്നതാണ്. അങ്ങനെ ടീക്കും കോഫിക്കും തന്നെ കുറേ അവർ ഫുഡ് ഐറ്റംസ് റെഡി ആക്കിയിട്ടുണ്ട്. മാഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ചുമ്മാ ഒരു സ്നാക്സ് പോലെയല്ല, കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡും ഉണ്ട് കൂടെ, പിന്നെ സ്നാക്സും ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് കേക്ക്സ് ആയാലും പേസ്ട്രീസ് ആയാലും ഒരുപാട് കുക്കീസ് ആയാലും ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ എടുത്താൽ മതി. ബൊഫേ ആയിരുന്നു. അപ്പോൾ 2 ഇടത്തുണ്ട് ഫുഡ് കോർട്ട്, 3 ഇടത്തുണ്ട്. ഒന്ന് വെജാണ്. അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലെയാണ് ഈ ഒരു ഫുഡ് കോർട്ട്. പിന്നെ നമ്മുടെ 4th ഡെക്കിലും ഉണ്ട്. അവിടെയാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ വ്യൂ അല്ല, നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് കൂടുതലും എടുക്കാൻ പെട്ടെന്ന് പറ്റും. അപ്പോൾ അത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാനും മിഥുനും കൂടെയാണ് കോഫി കുടിക്കാനായിട്ട് കയറിയത്. ഇവിടുന്ന് പപ്പടം തിന്നാനാണ് എൻ്റെ വിധി. അതെന്താ പ്രത്യേകത? വേണ്ട, കുഴപ്പമില്ല, ഞാൻ പിന്നീട് ഒന്ന് എടുത്തോളാം. വേണ്ട, കുഴപ്പമില്ലടാ. അങ്ങോട്ട് പല ടൈപ്പിലുള്ള പപ്പടങ്ങളും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് വന്ന് കയറിയതുകൊണ്ട് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊന്നും ഞങ്ങൾ എടുത്തിട്ടേ ഇല്ല, കാരണം അതിലും നല്ല ഫുഡ് ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു. പിന്നെയാണ് അന്ന് സ്പെഷ്യൽ ഉണ്ടായിരുന്നത് സാൻഡ്വിച്ച് ആയിരുന്നു. അപ്പോൾ സാൻഡ്വിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു യെല്ലോ കളർ ഒരു സംഭവം കണ്ടില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. അത് ഞാൻ കഴിച്ചതേ ഇല്ല. ഒരുമാതിരി ടേസ്റ്റ്, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായതുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ സാൻഡ്വിച്ചൊക്കെ എടുത്തിട്ട് പിന്നെ പാസ്ത എടുത്തു കേട്ടോ. കുറച്ച് പാസ്ത അത്യാവശ്യം ഞാൻ കഴിക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് പാസ്ത എടുത്തു. പിന്നെ വേറെ എന്തൊക്കെയോ കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പിന്നെ ആ സൈഡിലോട്ടേ പോയില്ല. നമ്മൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറേ പേര് ബിരിയാണിയൊക്കെ കഴിക്കുന്നത് കണ്ടത്. ഉച്ചക്കലത്തെ ആണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നമുക്കത് കഴിക്കണമെന്ന് തോന്നി. പിന്നെ പോയി അമ്പൂർ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം അത് പോയി എടുത്തു. പിന്നെ നമ്മൾ പോയത് നെറ്റ് റീചാർജ് ചെയ്യാനാണ് കേട്ടോ. നെറ്റ് എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ നോക്കാൻ. പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നില്ല എന്ന് കരുതി. പിന്നെ കമ്പനിയിൽ നിന്ന് ചെയ്ത 2 പേരുണ്ടായിരുന്നു സെയിൽസ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാമെന്ന് കരുതി. അപ്പം പിന്നെ നമ്മൾ ചെയ്തില്ല. പിന്നെ നമ്മുടെ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ അഡ്മിൻ മാനേജറും എല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ ഈ റേറ്റ് കാരണം അധികാരം ചെയ്തില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ആ ഒരു സമയത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് വീണ്ടും പുറത്തോട്ട് പോയി. ബാൽക്കണി, അതായത് നമ്മുടെ മെയിൻ ബാൽക്കണി ഉണ്ടല്ലോ, എല്ലാ ഡെക്കിലും ബാൽക്കണി ഉണ്ട്. അങ്ങനെ മിഥുൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് നമുക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ലൈഫ് ഗാർഡ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടൊരു മോക്ക് ഡ്രില്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ നിന്ന് കുറച്ച് നേരം സ്റ്റക്കായി പോയി. അപ്പോഴാണ് വീഡിയോ എടുക്കലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചമ്മി ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ പിന്നെ എടുക്കാം, ഇപ്പോൾ ഇത് കേൾക്കാൻ പറഞ്ഞു.
അങ്ങനെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു 7 ഒക്കെ ആയപ്പം ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ പോയിട്ടോ. അവിടെയാണ് പൂളും ബാറും എല്ലാം ഉള്ളത്. അപ്പം നമുക്ക് ഈ ഒരു എല്ലാ പാക്കേജിനും അൺലിമിറ്റഡ് ബിവറേജസ് ആണ്. അപ്പം നമുക്ക് അവിടുന്ന് കോക്ടെയിൽ ഉണ്ട്, പിന്നെ ലിക്വർ ഉണ്ട്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അവിടുന്ന് നമുക്ക് വാങ്ങി ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഫ്രീ ആണ് കേട്ടോ, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് എന്താണ് മേളിൽ എന്താണ് വ്യൂ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ നമുക്ക് നെറ്റ് കിട്ടില്ല, 7:30 ആയിക്കഴിഞ്ഞാൽ നെറ്റ് കിട്ടില്ല, 7:30ക്ക് എടുക്കും. അപ്പോൾ അത് കാരണം വീട്ടിലും വിളിക്കാമെന്നൊക്കെ പറഞ്ഞു പോയി. അങ്ങനെ നമ്മൾ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി എല്ലാവരുമായിട്ട് ജസ്റ്റ് ഒരു നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു ടൈമൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ചുമ്മാ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ക്രൂസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ, അതിങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോഴേ ശരിക്കും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ഒരു വ്യൂ ആയിരുന്നു, കൊച്ചിയിലെ വ്യൂ ആയിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ പോയി കേട്ടോ. നല്ല കാറ്റായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ജസ്റ്റ് പോയിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഇതിങ്ങനെ ഈ ഷിപ്പ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടും. അപ്പോൾ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വരും, പിന്നെ തല കറങ്ങും. പക്ഷെ എനിക്ക് അത്ര കുഴപ്പമില്ല, അതിങ്ങനെ ആടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കുറേ പേർക്ക് അങ്ങനത്തെ ഇതെടുത്തപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറേ ഉണ്ടായി. ഈ പോകുന്ന സമയത്തെല്ലാം ഇയാൾ ഇങ്ങനെ ആ ചേച്ചി പിടിച്ചേക്കുന്നത് കണ്ടത് ഇങ്ങനെ വീഴാതിരിക്കാനാണ്. കാരണം ഇങ്ങനെ കിടന്ന് ആടുവാണ് ഈ ക്രൂസ്. അപ്പോൾ ഇത് മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മളും ഇങ്ങനെ ആടും. അപ്പോൾ ആദ്യത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഓക്കെ ആയി, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ആദ്യം വിചാരിച്ചു വരണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പിന്നെ എല്ലാം സെറ്റായി. അങ്ങനെ പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകണം കേട്ടോ. ഡിന്നർ ഇപ്പം നമ്മൾ നമ്മുടെ 4th ഡെക്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലും ഉണ്ട്, പക്ഷെ നമ്മൾ 4th നമ്മുടെ ഡെക്കിൽ തന്നെ വന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ കൂടുതലും റൈസാണ് എടുത്തത്. എപ്പോഴും റൈസ് തന്നെയാണ് എടുത്തത്. റൈസ് കാണും, പിന്നെ എന്തെങ്കിലുമൊക്കെ ചിക്കൻ ഐറ്റംസ് കാണും. അവിടുത്തെ പിക്കിള് പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമുക്ക് പേസ്ട്രീസ് ഉണ്ടായിരുന്നു, സൂപ്പ് ഉണ്ടായിരുന്നു. ഡെയിലി നമുക്ക് ഇങ്ങനെ ഒരു മെനു തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡേ ഇങ്ങനെ തന്നെ ഇങ്ങ് പോയി. നമ്മൾ ജസ്റ്റ് വന്നു, കഴിച്ചു, എല്ലാം കണ്ടു ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഇന്ന് നമ്മളുടെ സെക്കൻഡ് ഡേ ആണ്. ഹലോ ഗൈസ്, അപ്പോൾ സെക്കൻഡ് ഡേ ആണ് ഇന്ന് നമ്മളുടെ ക്രൂസിൽ. ഇന്ന് കുറേ പ്രോഗ്രാംസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡെയിലി ഗൈഡുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്ന് എന്തൊക്കെ പ്രോഗ്രാംസ് ആണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതെല്ലാം നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വ്ളോഗിൽ വരും. ഇനിക്കോ കുട്ടപ്പനാവൂ. പിന്നെ 7:30ക്കാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 വരെ എന്തോ ഉണ്ട് രാവിലെ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എങ്ങും പോകാനൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്ലോയിൽ പോയാൽ മതി. ലേറ്റായിട്ട് എഴുന്നേറ്റിട്ട് പോയാൽ മതി. ഒരു 10 മണിയാകുമ്പോഴേ ക്ലോസ് ചെയ്യൂ. അതിന് മുന്നേ എപ്പോഴെങ്കിലും നമുക്ക് എത്തിയാൽ മതി. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ക്രൂസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണല്ലോ, നമ്മൾ രാത്രി ആയതുകൊണ്ട് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെക്കിലുള്ള അതേ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പോയത്.
ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊക്കെയാണ് കേട്ടോ എടുത്തത്. എനിക്ക് നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് എനിക്ക് പൊതുവെ ബ്രേക്ക്ഫാസ്റ്റിനോട് വലിയ താല്പര്യമില്ല. ഈ ബ്രെഡ്, സോസേജ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഞാൻ കഴിക്കും. എനിക്ക് കൂടുതൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിനോടാണ് താല്പര്യം. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അത് തന്നെയാണ് എടുത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ മെനുവും, അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി വരുന്ന മെനു എല്ലാം എൻ്റെ സെയിം ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഞാൻ എല്ലാം കഴിക്കാത്തത് തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. എല്ലാവരും ഡിഫറെൻറ്റ് ടെക്കിലായതുകൊണ്ട് തന്നെ എല്ലാവരെയും എപ്പോഴും ഒന്നും കാണാൻ പറ്റില്ല. ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഒക്കെ കഴിക്കാൻ വരുമ്പോഴാണ് കൂടുതലും നമ്മൾ കാണുന്നത്. നമുക്ക് എല്ലാവരും, അതായത് നമ്മളുടെ കൂടെ വന്ന എല്ലാവരും ആയിട്ടൊക്കെ ഒരു പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സിസോടെ ഒരു ബാനറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും സെറ്റ് ചെയ്തിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. എല്ലാവരും പലയിടത്തായതുകൊണ്ട് തന്നെ എങ്ങനെ ഫോണും നമുക്ക് വിളിക്കാൻ പറ്റില്ല, ഫോണിൻ്റെ ആക്സസും ഇല്ല. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഡെക്കിലൊക്കെ പോയി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂമൊക്കെ അറിയാവുന്ന. അങ്ങനെ എല്ലാവരും ഏകദേശം എത്തിയിട്ടുണ്ട്. അവരവരുടെ ടീഷർട്ടൊക്കെ എടുത്തിട്ടിട്ട് വന്നിട്ടുണ്ട്. ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിനി ഫോട്ടോ എടുക്കുന്നതൊക്കെ ഒന്ന് കാണാം. സൺസ്ക്രീൻ ഒന്നും ഇട്ടില്ല ഞാൻ സൺസ്ക്രീൻ ഇട്ട് എല്ലാം ഒഴിച്ചാണ്. അപ്പം നമുക്ക് ഒരു കിഡ്സ് പൂളും അല്ല ഒരു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ മേളിൽ. ഏറ്റവും മുകളിലത്തെ ഡെക്കിലുണ്ട്. അപ്പം നമ്മളെല്ലാവരും അത് ലാസ്റ്റ് ഡേക്ക് വെച്ചിരുന്നു, ലാസ്റ്റ് ഡേയിൽ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൊച്ചു പിള്ളേരെല്ലാം കളിക്കുന്ന കണ്ടപ്പം ഒരു രസം, അങ്ങനെ പോയി വീഡിയോ എടുത്തതാണ്. ഇതൊന്നും നമുക്കറിയാത്ത ആൾക്കാരാണ് കേട്ടോ, പല സ്ഥലത്തു നിന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇനി ഡ്രിങ്ക്സ് വല്ലതും നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് വാങ്ങട്ടെ, എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ആ ഒരു സൈഡിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്താ റിലാക്സ് ചെയ്ത് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല കാമായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു കേട്ടോ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത്. ഇനി നമ്മൾ ഈ ഡെക്കിലൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നമുക്ക് ഈ ചെയർമാൻസ് ക്ലബ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് കുറച്ചുകൂടെ ഹൈ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കുറച്ച്, അതായത് അങ്ങനെ എടുത്തവർക്ക്, അങ്ങനെ ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതായത് അവിടുന്ന് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കാണാൻ ഇറങ്ങിയതല്ല, നമുക്കിവിടെ ചുമ്മാ, അല്ലെങ്കിൽ പിന്നെ ചുമ്മാതെ പോയി നമ്മുടെ റൂമിൽ തന്നെ കിടക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ഇവർ കുറേ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോ ഡെക്കിലും ഉണ്ട്. അത് നമുക്ക് ആ ഇതിൽ പേപ്പറിൽ അറിയാൻ പറ്റും. പക്ഷെ ശരിക്കും ഇതിൽ കയറിയാൽ പിന്നെ നമുക്ക് ഇങ്ങനെ പുതച്ചും കൂടി കിടക്കാനേ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഫസ്റ്റ് ഡേ അല്ലേ, സെക്കൻഡ് ഡേ അല്ലേ, അപ്പോൾ കുറച്ച് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയപ്പോഴാണെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ അവരെടുത്ത് തരും കേട്ടോ. ഫോട്ടോസ് എടുക്കാനുള്ള സെഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ക്രൂസിലുള്ള ഫോട്ടോസ് എടുക്കാം. പിന്നെ സ്പാ ഒക്കെ ഉണ്ട്, അതിന് നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മാജിക് ഷോ കണ്ടു. നമ്മൾ പകുതിയായി, ഒരു ഹാഫായി എത്തിയപ്പോൾ. അപ്പോൾ ശരിക്കും എന്താണെന്നൊന്നും മനസ്സിലായില്ല. അവിടെ നിന്ന് കുറേ പേരെ വിളിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് എന്തോ സിനിമ, അതായത് ഫിലിം നെയിമൊക്കെ പറയുന്ന എന്തോ രീതിയിലുള്ള ഷോ ആയിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. I don't read minds for real. Okay, I can't do that. I don't have any magical powers. Okay, whatever I did, they're all tricks and illusion. Even a 5-year-old can do with 25 years of practice. But there is real magic.
we have, like the way we are connected, this universe, vibration, frequency, and energy. Yeah, but there is real magic. People also ask me कि सपने सच होते हैं क्या? सपने सच होते हैं? आपको लगता है सपने सच होते हैं? Yeah. Okay, I'll tell you something. Okay, guys, whatever I'm going to say, it's just a script. I say the same thing in every show, so don't take it seriously. You know what? I believe in that. Last night I saw a dream in my head. Please come over here. In my head, I was performing for few people, and maybe that was you. I threw the ball, and few people catch the ball. Whatever answers they gave to my questions, I wrote this down after getting up on this paper. That was locked. I told you there is something about you on this paper. Now the thing is, I wrote this before the show. When I asked you, the ball chose you. You chose the ball. When I asked you who should be the hero, you said Shah Rukh Khan before the show. I wrote the hero will be. Tejas is going to be taking a magic workshop where he's going to teach you some tricks of the mind. So make sure you head to the box office when you get out of here. It is straight down from the Marquee Theatre. Get your tickets for Magical Workshop with the celebrity magician Tejas. And you can get tickets for Burlesque, the Bollywood Bay, Astrid Singh dance production for the adults, Twilight movie night for the kids, not forgetting Mega Housey, where you all can stand a chance to win the whole jackpot. Whatever you decide to do. 2 things. Keep following your Cordelia today, and yes, I will guide you along the way. I'm Swasti, wishing you all a wonderful day ahead. Thank you. അരവിന്ദ് എന്റെ കാർഡ് മേടിച്ച് വേറെ ആരെങ്കിലും ആയിരിക്കും ഇറങ്ങി വരുന്നത്. അരവിന്ദ് അകത്തുണ്ടോ? ഒരു ക്യാപ്ഷൻ ഇട്ടോളൂ. റൂം തപ്പി ചേർക്ക അവിടെ ഉണ്ട്. ഒന്ന് ഉറങ്ങിയോടാ? നീ ഇറങ്ങി, ഞാനും ഉറങ്ങാൻ വരുവാ. അവനാരും വരുമോ? ഞാനും ഉറങ്ങാൻ വന്നു. നീ കഴിക്കല്ലേ? അങ്ങനെ കറങ്ങി നടന്ന് അലഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് സമയം കേട്ടോ. അപ്പം നമ്മൾ 12:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ലഞ്ച് കഴിക്കാനായിട്ട് പോയി. സെയിം ടെക്കിൽ സെയിം രീതിയിൽ തന്നെ. ഇത് തന്നെയാണ് ആ 4 ദിവസവും നമ്മൾ ഫോളോ ചെയ്തത്. അപ്പം ഈ ഒരു വ്യൂ ഒക്കെ കണ്ടാണ് നമ്മൾ കഴിക്കുന്നത്. നല്ല രസമല്ലേ? കടലിൽ ഇങ്ങനെ നടുക്കടലിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല പേസ്ട്രീസ് ഒക്കെ കഴിച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാം. അങ്ങനെ ഉച്ചയ്ക്ക് കുറച്ച് ഉറങ്ങിയിട്ടൊക്കെയാണ് എല്ലാവരും ഇനി ടീ കുടിക്കാനായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല റെസ്റ്റൊക്കെ കിട്ടി. നല്ല, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് വരും. അപ്പോൾ ചായക്ക് നല്ല സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് നമുക്ക് സ്നാക്സ് ആയിട്ടുള്ളതെന്ന്. കണ്ടോ, നമുക്ക് ബ്രെഡ് ഉണ്ട്, പിന്നെ നൂഡിൽസ് ഉണ്ട്, പിന്നെ കേക്ക്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞങ്ങളതൊന്നും എടുത്തില്ല. ശരിക്കും അത്രയും വിശക്കുന്നില്ല നമുക്ക് ഇങ്ങനെ കഴിച്ചിരിക്കുന്നത് കൊണ്ടേ. അപ്പോൾ ഈ നമ്മളുടെ ക്രൂസിന്റെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നല്ലൊരു വ്യൂ ആയതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. കൊള്ളാല്ലേ? നൈസ് അല്ലേ? അങ്ങനെ ഈവനിങ് ടൈം ചായയൊക്കെ കുടിച്ചിട്ട് ഒരു 5 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും മുകളിലത്തെ ഡെക്കിൽ കയറിയിട്ട് അവിടുന്ന് നമുക്ക് സ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ, മുകളിൽ പോയി നിൽക്കാനുള്ള. അവിടുന്ന് നല്ല വ്യൂ ആണ്, നല്ല സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. നമ്മൾ മുടിയൊക്കെ അഴിച്ചിട്ട് വന്നാൽ നല്ല രസമായിരിക്കും. പിന്നെ ഞാൻ മുടിയൊക്കെ അങ്ങ് കെട്ടി വെച്ചു. അങ്ങനെ എല്ലാവരും വ്യൂ ഒക്കെ കണ്ട് നിൽക്കുകയാണ്. ഇവിടെ എത്തിയതിൽ ഞങ്ങൾ താങ്ക് യു. ഇനി എത്തുന്നതിനും നമ്മൾ അഭിമാനിക്കും. മന്ന ജോയിൻ ചെയ്യുന്നു, തിരിയൂ. ജോയിൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക്
വൈകുന്നേരം കാണാൻ പറ്റുന്നത്. നല്ല അടിപൊളി സൺസെറ്റൊക്കെ വന്ന് ആ ഒരു സീയുടെ ആയാലും ആ ഒരു കളറും സൺസെറ്റിൻ്റെ ആ ഒരു കളറും ആ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ആ ഒരു രാത്രി ആകുന്നത് ഇരുട്ട് വരുന്നത് വരെ നമ്മൾ അവിടെ നിന്നു. അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങിയത്. അങ്ങനെ താഴോട്ടൊക്കെ ഇറങ്ങി എല്ലാവരും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാണ്. അങ്ങനെ വീണ്ടും നമ്മളുടെ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഡിന്നറിന് ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ. മട്ടൻ, ചിക്കൻ എല്ലാം ഉണ്ടാവും. ബീഫൊന്നുമില്ല, മട്ടൻ ചിക്കൻ വെറൈറ്റീസ് ഉണ്ടാവും. പിന്നെ ചപ്പാത്തി, റൈസ്, പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉള്ള റൈസ് ഉണ്ടാവും. പിന്നെ എന്താണ്, സൂപ്പ് ഉണ്ടാവും, സാലഡ്സ് ഉണ്ടാവും, പായസം ഉണ്ടായിരുന്നു കേട്ടോ, പായസം ഉണ്ടായിരുന്നു. പിന്നെ പേസ്ട്രീസ്, അതെല്ലാം നമുക്ക് എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഉണ്ടാവും. ഈ പായസമായിരുന്നു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. പിന്നെ കസ്റ്റാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രിയിലെല്ലാം കഴിച്ചിട്ട് ഒരു DJ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ DJ ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും പിന്നെ എങ്ങോട്ട് ഓടി. പിന്നെ ശരിക്കും പറഞ്ഞാൽ അത്രയും ഇങ്ങനെ കാമായിട്ടിരുന്ന് ആ ഒരു നൈറ്റ് ആയപ്പോഴത്തേക്കും DJ ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും അന്ന് ഉറഞ്ഞു തുള്ളിയെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. നല്ല എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ആ നൈറ്റ്. അപ്പോൾ DJ ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ, പാർട്ട് 1. അപ്പോൾ പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.